ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് 1.5 വയസ്സുള്ള മകളെ അമ്മ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് പരാതി. അമ്മയ്ക്കെതിരെ പരാതി നൽകിയത് കുട്ടിയുടെ അച്ഛനാണ്. അമ്മയ്ക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. പോക്സോ കേസ് തെറ്റെന്ന് തെളിഞ്ഞാൽ അച്ഛനെതിരെ നടപടി വേണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഭർത്താവിന്റെ പരാതിയിൽ കേസെടുത്ത കൊടുങ്ങല്ലൂർ പോലീസിന്റെ നടപടിയിൽ ആശ്ചര്യം പ്രകടിപ്പിച്ച ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ. വിവരങ്ങളുമായി ഷബ്ന സിയ ചേരുന്നു. ഷബ്ന, എന്താണ് കേസിന്റെ വിശദാംശം? രുചീഷ്, ഈ വൈവാഹിക തർക്കം നാടിന് നാണക്കേടുണ്ടാക്കുന്ന തരത്തിലാണ് എന്ന നിരീക്ഷണത്തോടെയാണ് കോടതി ഈ യുവതിക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. മുൻകൂർ ജാമ്യമാണ്. ഇപ്പോഴും മുലകുടി മാറാത്ത മകളെ പീഡിപ്പിച്ചെന്ന് ആരോപിച്ച് ഭർത്താവ് നൽകിയ പരാതിയിൽ തൃശൂർ കൊടുങ്ങല്ലൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത നടപടി ആശ്ചര്യമുണ്ടാക്കുന്നതാണ് എന്ന് കോടതി വ്യക്തമാക്കുന്നു. ഏതായാലും ഹർജിക്കാരിയും ഭർത്താവും തമ്മിൽ വൈവാഹിക തർക്കത്തിന് പുറമെ കുട്ടിയുടെ കസ്റ്റഡി സംബന്ധിച്ച കേസും നിലവിലുള്ളതാണ്. ഇതിനിടയിലാണ് കുട്ടിക്ക് നേരെ യുവതിയിൽ നിന്ന് ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന് ഭർത്താവ് പരാതി നൽകുന്നത്. കുട്ടിയുടെ സ്വന്തം അമ്മ തന്നെ 1.5 വയസ്സുള്ള മകളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്ന് മറ്റൊരു സ്ത്രീ പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അച്ഛൻ ഇത്തരത്തിൽ പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഈ കേസിൽ മുൻകൂർ ജാമ്യം തേടിയാണ് ഈ യുവതി ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി മുൻകൂർ ജാമ്യം ഈ യുവതിക്ക് അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോടതി പറഞ്ഞിട്ടുള്ളത്, ഈ കേസ് വ്യാജമാണ് എന്ന് തെളിഞ്ഞാൽ ഈ പരാതി നൽകിയ ഭർത്താവിനെതിരെ കേസ് നടപടികളുമായി മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കേസ് എടുത്തെങ്കിലും പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഇതൊരു സംശയമുള്ള കേസാണ് എന്ന്. പക്ഷേ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഏതായാലും ഈ യുവതിക്ക് മുൻകൂർ ജാമ്യം ഹൈക്കോടതി അനുവദിച്ചു. അതാണ് ഷബ്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു അമ്മയ്ക്കെതിരെ ഇത്തരത്തിലൊരു പരാതി വരുമ്പോൾ ഒരു പ്രാഥമികമായ ഒരു അന്വേഷണമെങ്കിലും പോലീസ് നടത്തണ്ടേ ആ തരത്തിൽ? തീർച്ചയായും ഈ പരാതിക്കാരന്റെ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ വിശ്വസിച്ചിട്ടില്ല എന്ന് ഈ സബ് ഇൻസ്പെക്ടർ തന്നെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എന്ന റിപ്പോർട്ടാണ് പോലീസ് നൽകിയത്. പക്ഷേ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിലാണ് കോടതി ആശ്ചര്യം പ്രകടിപ്പിച്ചത്. ഏതായാലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ഇതിൽ കൂടുതൽ അന്വേഷണം വേണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ കോടതി ഈ രീതിയിൽ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. കോടതി പറയുന്നത് പുരുഷന്മാർ സ്ത്രീക്കെതിരെ നൽകുന്ന പരാതിയും എപ്പോഴും ശരിയാകണമെന്നില്ല. അതോടൊപ്പം തന്നെ സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ നൽകുന്ന പരാതി മാത്രമല്ല തിരിച്ചാണെങ്കിലും അത് എപ്പോഴും ശരിയാകണം എന്ന സാഹചര്യമില്ല. അതിനാൽ പരാതിയിൽ ഏകപക്ഷീയമായ അന്വേഷണം പാടില്ല. കുട്ടിയുടെ ഭർത്താവ് ഈ കുട്ടിയുടെ അച്ഛൻ ബലമായി കൊണ്ടുപോയെന്നാണ് ഈ കുട്ടിയെ കൊണ്ടുപോയെന്നാണ് ഹർജിക്കാരി പരാതി നൽകിയിരുന്നു. ഇതിൽ പോലീസ് നടപടിയെടുത്തിരുന്നില്ല. ഇതിന് ശേഷമാണ് ഭർത്താവിന്റെ പരാതിയെ തുടർന്ന് അതിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ഈ ഭർത്താവിനെതിരെ കൃത്യമായി കേസിൽ അന്വേഷണം നടത്തണം, ഏതെങ്കിലും തരത്തിൽ ഇത് വ്യാജ പരാതിയാണെങ്കിൽ ഭർത്താവിനെതിരെ നടപടി വേണം എന്നും കോടതി പറഞ്ഞത്.